ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് മൈസെൽഫ്. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് ഫുൾ ക്രാഫ്റ്റിംഗ് ടൈമാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. ഒരു ഹെയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് പറ്റിയ കുറച്ച് കാര്യങ്ങൾ, ഞാൻ ചെയ്ത കുറച്ച് ക്രാഫ്റ്റാണ്. അപ്പോൾ ഞാൻ 2 ടൈപ്പ് ക്ലേ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഒരെണ്ണം എന്ന് പറയുന്നത് ഇങ്ങനെ പാക്കറ്റിൽ വരുന്ന ഒരു 12 പീസസ് വരുന്ന ഒരു ക്ലേ ആണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ക്ലേ കുറച്ച് ഇത്രയായിരുന്നു, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇങ്ങനെ വരുന്ന ഒരു പാക്കറ്റ് വരുന്നത്. ഇതിന്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് വളരെ മോശമായി പോയി. ഇതിപ്പോ ഇങ്ങനെ വരുന്നതാണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിക്ക് ടൈപ്പ് ആണ്. പക്ഷെ ഇത് ഒട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. ആകെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഡൈനോസ് കണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയോ കുറച്ച് ഷേപ്സ്, ചെറിയ ആനിമൽസിന്റെ ഒക്കെ ഷേപ്സ് നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ബാക്കി ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല. നല്ല ഹാർഡായിട്ടുള്ള ഒരു പൊസിഷനിലാണ് അതുണ്ടായിരുന്നു. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ചോക്കായിട്ട് കൂടി നമുക്കിത് വരുന്നില്ല. അപ്പം ഈ ഒരു ഫ്ലെയിം വാങ്ങിച്ചപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരുന്നത്. യൂസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് കുറച്ച് ചൂടുവെള്ളം ഒരു കുറച്ച് തുള്ളി വീതം ഡ്രോപ്പ് ആയിട്ട് ഒഴിച്ചു വെച്ചു. അപ്പൊ ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കവറാണ്, സിപ്പ് ലോക്ക് കവറാണ്. അപ്പം അങ്ങനെ കീപ്പ് ചെയ്തപ്പോഴത്തേനും ഒരു 5 മണിക്കൂർ വെക്കണം എന്നാണ്. പക്ഷെ കുറച്ച് സമയം വെച്ചപ്പോൾ തന്നെ അത്യാവശ്യം ഡ്രൈ ആയി. പക്ഷെ പിന്നെയും കുറച്ചും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്തു. അപ്പം ആഡ് ചെയ്ത് ഞാൻ ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ വരെ വെച്ചിരുന്നു. അപ്പോൾ ഈ ഒരു പരുവത്തിന് കിട്ടി. പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കയ്യിലിങ്ങനെ ഒട്ടും, കയ്യിലിങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ വരും. അപ്പം നമുക്ക് ഇത് വെച്ച് ക്രാഫ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൂടെ കുറച്ച് ജോൺസൺസ് ബേബിയുടെ ഒരു എക്സ്പയർ ആയ പൗഡറാണ്. എക്സ്പയർ ആയി എല്ലാവരും. അപ്പം അത് ഉപയോഗിച്ചിട്ട് ഞാനിതിനെ ടൈറ്റൻ ചെയ്താണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വെച്ച് ഉപയോഗിച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ പിന്നാലെ ഇടുന്നതാണ്. ഇതിൻ്റെ ഇപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ബാക്കി ഞാൻ ചെയ്തിടാം. ഇതൊക്കെ ഞാൻ ഇത് വെച്ച് ഉണ്ടാക്കിയത്. പക്ഷെ ഇതിപ്പം നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ മുന്നേ ചെയ്തൊരു 8 കാലിയൊക്കെയാണ്, പൊട്ടിപ്പോയതാണ്. ഇതുപോലെ നമ്പേഴ്സ് 3 ഒക്കെ ഉണ്ടാക്കിയതാണ്. അതിങ്ങനെയാണ് ജസ്റ്റ് 2 ഒക്കെ ചെയ്തതാണ്. ഇങ്ങനെ ഒരുപാട് ഞാൻ ചെയ്തിങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ ഡ്രൈ ആയി കഴിയുമ്പോൾ വീട്ടിൽ ഇങ്ങനെ ആവാനായിട്ടുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അതുപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ആക്കുമ്പോൾ തന്നെ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചുകൂടെ വെള്ളം മിക്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലാണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനെ പൊട്ടിയും പോകാനുള്ള ചാൻസ് ഉണ്ട്.